ഇന്ന് നമുക്ക് ആ വ്യക്തി എന്ത് എനർജിയിലാണെന്ന് നോക്കാം. ഒരു 6 കാർഡ് സ്പ്രെഡ് എടുത്തിട്ട് നിങ്ങളുടെ വ്യക്തി എന്ത് എനർജിയിലാണെന്ന് നോക്കാം. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് ആ വ്യക്തി എന്ത് എനർജി കൂടാണ് പോകുന്നത്. അപ്പം വ്യക്തിയുടെ മനസ്സിലെ ചിന്തകളും ഒക്കെ നമുക്ക് നോക്കാം. പിന്നെ പേജ് ഓഫിന്റെ കാർഡ് കമ്പൽസറി വന്നിരിക്കും നമ്മൾ റീഡിങ് നോക്കും. അപ്പം അവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. പോകുന്നു, പണം പ്രതീക്ഷിച്ചാണ് അവർ പണത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പണം പ്രതീക്ഷിച്ചാണ് അവർ പോയത്. അവർക്ക് ചിലപ്പോൾ ഒത്തിരി ബാധ്യതകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ബാധ്യതകളൊക്കെ തീർക്കണമെങ്കിൽ പണം ഒരു അവിഭാജ്യ ഘടകമായതുകൊണ്ട് ചിലപ്പോൾ ആ പണത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഈ ജോലി തിരഞ്ഞെടുത്തത്. പിന്നെ അല്ലാതെ നമുക്ക് കിട്ടാനുള്ള പണത്തിന് വേണ്ടിയിട്ടും ഈ കാർഡ് നമുക്ക് കിട്ടാനുള്ള പണങ്ങൾ വരാതിരിക്കുക, അവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്നവരുടെ എനർജി ഉണ്ട്. അപ്പം പണത്തിന് വേണ്ടിയിട്ട് പോയ ഒരു എനർജി കൊണ്ട് നമ്മൾക്ക് കിട്ടാനുള്ള പണം കിട്ടിയിട്ട് നമ്മളിലേക്ക് എത്തിച്ചേർന്ന ഒരു എനർജി ഈ കാർഡ് പറയുന്നു. രണ്ടാമത്തെ കാർഡ് പറയുന്നത് ദ വേൾഡ് കാർഡാണ്. അപ്പം വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് വേൾഡ് കാർഡ് പറയുന്നത്. അപ്പം ആ വ്യക്തി തന്നെ സ്വയമായിട്ട് ഒരു ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുകയാണ്, പുറത്തോട്ട് വരുന്നില്ല. പക്ഷെ ആ നിൽക്കുന്ന സിറ്റുവേഷൻ ആ വ്യക്തിക്ക് ഒത്തിരി റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് ഈ വേൾഡ് കാർഡ് പറയുന്നത്. അപ്പം ഈ ബന്ധനങ്ങൾക്ക് വെളിയിൽ വന്നതിന് ശേഷമേ ഈ വ്യക്തി നിങ്ങളുമായിട്ടൊരു കോംപ്രമൈസിലായി ലൈഫിൽ മുന്നോട്ട് പോകൂ എന്നാണ് ഈ കാർഡ് നമുക്ക് പറയുന്നത്. പക്ഷെ ഇതൊരു മേജർ ആക്കാനായ കാർഡാണ്. ഈ ഒരു ബന്ധനം ഒരു പ്രപഞ്ച സൃഷ്ടിയാണ്, ഇത് യൂണിവേഴ്സൽ സൃഷ്ടിയാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് 2 ഓഫ് വാൻസിന്റെ എനർജിയാണ്. അതൊരു വെയിറ്റിംഗ് എനർജിയുടെ കാർഡാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹത്തിന്റെ അത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്, നിങ്ങളെയും മുറുകി പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സ്നേഹത്തിലേക്ക് ചെല്ലണോ വേണ്ടയോ ഇങ്ങനൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു വെയിറ്റിംഗ് എനർജിയുടെ കാർഡാണ് 2 ഓഫ് വാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങോട്ട് പോകണോ വേണ്ടയോ എന്ന് എനിക്ക് ആലോചിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. ഒരു പക്ഷെ മനസ്സുകൊണ്ട് ഇഷ്ടം ഉണ്ടായിരിക്കും, എന്നാലും അയാളുടെ സിറ്റുവേഷൻ അയാളെ അനുവദിക്കുന്നുണ്ടാകുന്നില്ല. അപ്പൊ ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു വെയിറ്റിംഗ് എനർജിയുള്ള കാർഡാണ് 2 ഓഫ് വാൻസിന്റെ. 5 ഓഫ് ഹീറോഫന്റിന്റെ കാർഡാണ് മൂന്നാമത് വന്നിരിക്കുന്നത്. അപ്പം ഹീറോഫന്റിന്റെ കാർഡ് പറയുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ്. അപ്പം സ്പിരിച്വൽ കണക്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഒത്തിരിയധികം ഹീൽ ആവണം നമ്മൾ. അപ്പം ഇപ്പൊ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത് എന്നാണ് ഈ ഹീറോഫന്റ് എന്ന കാർഡ് പറയുന്നത്. അപ്പം ആ ഹീലിംഗ് പ്രോസസ്സിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒത്തിരിയധികം മാനസിക സംഘർഷങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്യേണ്ടി വന്നിട്ടാണ് നമ്മളിപ്പം ഗോൾഡ് എന്ന വസ്തു ആദ്യ ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് ബ്ലാക്ക് ആയിട്ടാണെന്ന് പറയപ്പെടുന്നത്. അപ്പൊ അതും ഗോൾഡ് എന്ന കളറിലേക്ക് കൊണ്ടുവരും ഒത്തിരി പ്രോസസ്സിൽ കൂടെ അത് കടന്നു പോകുന്നു. അതുപോലെ ഇപ്പം ഈ വ്യക്തി ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൽ എന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞത്. അതൊരു മേജർ ആർക്കന്റെ കാർഡാണ്. അതും ഒരു പ്രപഞ്ച സൃഷ്ടി തന്നെ ആണ്. അതിലാണ് ഈ ഇപ്പൊ ഒരു സെപ്പറേഷൻ വന്നിരിക്കുന്നതും ആ വ്യക്തി ഇപ്പൊ ഹീലിംഗ് പ്രോസസ്സിൽ കൂടെ നടന്നു പോകാന്നാണ് ഈ കാർഡ് നമുക്ക് പറയുന്നത്. അടുത്തത് 10 ഓഫ് സോർട്സിന്റെ കാർഡാണ്. ഇതൊരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജിലൂടെ പോകുന്ന ഒരു ബന്ധമാണ്. കർമ്മ കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ ആ കർമ്മ കംപ്ലീഷൻ സ്റ്റേജിലും ഒത്തിരിയധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മൾ തരണം ചെയ്യേണ്ടി വരും. അങ്ങനെ അപ്പൊ 10 ഓഫ് സോർട്സിന്റെ ആ കാർഡ് നമുക്ക് കണ്ടറിയാം. 10 വാളുകൾ ഒരുമിച്ച് തറയ്ക്കുന്ന അത്രയും വേദന. ആ വേദന അത് മനസ്സിന്റെ വേദനയാണ്, ശരീരത്തിന്റെ അല്ല, മനസ്സിന്റെ വേദന നമ്മൾ തരണം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ കാർഡ് നോക്കുമ്പോൾ ചിലവര് ഹെൽത്ത് പ്രോബ്ലം കൊണ്ട് ഒത്തിരി കഷ്ടപ്പെടുന്നു. അപ്പൊ ആ ഹെൽത്ത് പ്രോബ്ലം ഈ കർമ്മ കംപ്ലീഷന്റെ സ്റ്റേജിൽ വന്നതാണ്. ഈ കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് കടന്നു കഴിയുമ്പോൾ ഇത് മാറും, ഈ ഹെൽത്തിന്റെ പ്രോബ്ലംസ് മാറുമെന്ന്
കാർഡ്സ് നമുക്ക് കാണിച്ചു തന്നു. അടുത്തത് എയ്റ്റ് ഓഫ് സോർട്സിന്റെ കാർഡാണ്. എയ്റ്റ് ഓഫ് സോർട്സിന്റെ കാർഡ് കഴിഞ്ഞത് ടെൻ ഓഫ് സോർട്സിന്റെ കാർഡ്, ഇത് എയ്റ്റ് ഓഫ് സോർട്സിന്റെ കാർഡാണ്. ഇത് ഒരു കർമ്മ കംപ്ലീഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ചിന്തകളാൽ മൂടപ്പെട്ട ഒരു എനർജിയുടെ കാർഡാണ് എയ്റ്റ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്വയം ചിന്തിച്ച് കൂട്ടുന്നല്ലാതെ ഇത് ഒരു ആക്ഷൻ എടുക്കാൻ ഈ വ്യക്തി തയ്യാറാവുന്നില്ല മുന്നോട്ട്. വ്യക്തിക്ക് പക്ഷെ മുന്നോട്ട് വരണമെന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും, പക്ഷെ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് വരാത്ത ഒരു എനർജിയാണ് എയ്റ്റ് ഓഫ് സോർട്സിന്റെ എനർജി. അപ്പോൾ അത് പറയുന്നത് ഈ വ്യക്തിയിൽ തന്നെയാണ് ഒത്തിരി ഫാൾട്ടുകൾ ഉള്ളത്. മുന്നോട്ട് വരാൻ ഈ വ്യക്തി ഒരു തരത്തിലും തയ്യാറാവാത്ത ഒരു എനർജി ആയിട്ടാണ് നമ്മൾ ഈ കാർഡ് കാണിച്ചു തരുന്നത്. എന്ന് പറഞ്ഞാൽ സ്വയം ചിന്തിച്ച് എനിക്ക് എന്നെ കൊണ്ട് ഇത് സാധിക്കത്തില്ല, ഞാൻ ഇനി മുന്നോട്ടില്ല എന്നിങ്ങനെ സ്വയമായിട്ട് ചിന്തിച്ച് മൂവ്മെന്റ് ആവുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് എയ്റ്റ് ഓഫ് സോർട്സ് എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ 6 കാർഡ്സിന്റെ മീനിങ് നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ആണെന്ന് കരുതുന്നു. അപ്പോൾ റെസനേറ്റ് ആയവർ ഡിസ് ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യുക. താങ്ക് യു.